കോട്ടയം അയർക്കുന്നം ഇളപ്പാനിയിൽ യുവതിയെ ഭർത്താവ് കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചിട്ടുണ്ട്. മൃതദേഹം കുഴിച്ചിട്ട ഇളപ്പാനിയിലെ വീട്ടിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു. പശ്ചിമ ബംഗാൾ സ്വദേശിനി അൽപ്പാനയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സോണിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതും. ഇതേ പ്രതിയെ സ്ഥലത്ത് എത്തിച്ചിട്ടുള്ള തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഇയാൾ പിടിയിലാകുന്നത്. മിഥുൻ അയ്യപ്പൻ വിവരങ്ങൾ നൽകും. മിഥുൻ, പറയും. ഇപ്പോൾ ഇതാ പ്രതിയെ യുവതിയെ ഭാര്യയെ കൊന്നു കുഴിച്ചിട്ട സ്ഥലത്ത് പരിശോധന നടത്തി. ഇപ്പോൾ പ്രതി ഈ സ്ഥലം കാണിച്ചു കൊടുക്കുകയും അവിടെ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. അധികം താഴ്ചയിലല്ലാതെയാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം മൺവെട്ടിക്കൊണ്ട് മുകൾ ഭാഗത്തെ മണ്ണ് നീക്കിയപ്പോൾ തന്നെ മൃതദേഹം കണ്ടു എന്നുള്ളതാണ്. 14-ാം തീയതിയാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നത്. അതിനുശേഷം ഇപ്പോൾ അതിനെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സമീപത്തെ വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ പ്രതി മരിച്ച ഭാര്യയുമായി ഏതാണ്ട് 7 മണിയോടുകൂടി രാവിലെ 7:10 ഈ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം 7:45 ഈ ഭാര്യയില്ലാതെ ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്ന ദൃശ്യമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നത് എന്നതിൻ്റെ കൃത്യമായിട്ട് തെളിവ് ലഭിച്ചു. ഇപ്പോൾ പ്രതി കൊലപാതകം നടത്തിയ രീതി കൂടി പോലീസിന് വിശദീകരിച്ചു കൊടുത്തു. ഈ മൺഭിത്തി, ഈ മണ്ണ് ഇടിഞ്ഞു വീഴാതിരിക്കാനുള്ള ഒരു കരിങ്കൽ ഭിത്തി വീടിന് സമീപത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ആ ഭിത്തിയിൽ തല ഇടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹം കുഴിച്ചിട്ട ഭാഗം ഇപ്പോൾ പോലീസ് മണ്ണ് നീക്കി പരിശോധിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ മുകൾ ഭാഗത്തെ മണ്ണ് നീക്കിയപ്പോഴേക്കും മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ പുറത്ത് കണ്ടു. അധികം താഴ്ചയില്ലാതെയാണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. ഈ തൻ്റെ ഭാര്യയെ കാണാനില്ലെന്ന് അയർക്കുന്ന പോലീസിൽ പരാതി നൽകിയതിനു ശേഷം പ്രതി കടന്നു കളയുകയാണ് ചെയ്തത്. ഈ അന്വേഷണത്തിനോടോ അല്ലെങ്കിൽ മൊഴിയെടുപ്പ് അടക്കമുള്ള നടപടികളോട് സഹകരിക്കാതെ വന്നപ്പോൾ പോലീസിന് സംശയമുണ്ടായിരുന്നു. ഇതിൻ്റെ സാഹചര്യത്തിൽ പോലീസ് ഇയാളെ നിരീക്ഷിക്കുകയായിരുന്നു. ഈ നിരീക്ഷണത്തിൻ്റെ ഇടയിലാണ് ഇയാൾ കടന്നു കളയാൻ പോകുന്നത്, പശ്ചിമ ബംഗാളിലേക്ക് കടന്നു കളയാൻ പോകുന്നു എന്നുള്ള വിവരം ലഭിച്ചത്. പിന്നാലെ ഈ പ്രതിയെ പിടികൂടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്ന് പറയുന്നത് പോലീസിനോട് പ്രതി പറഞ്ഞിരിക്കുന്നത് ഈ തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായ വഴക്കാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അൽപ്പാന എന്നാണ് ഭാര്യയുടെ പേര്. അൽപ്പാനയാണ് കൊന്ന് കുഴിച്ചു മൂടിയത്. ഭർത്താവ് സോണി ഇപ്പോൾ മൃതദേഹം കാണിച്ചു കൊടുത്തു. മൃതദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ടുപേരും പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. ഇവിടെ കുറേ നാളായി ഇവിടെ ജോലി ചെയ്തു വരികയാണ്. ഈ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ആളാണ് പ്രതി. ഇവിടുത്തെ പ്രദേശത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കൊലപാതകം നടത്തിയത് ഇത്തരത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നടത്തിയത് എന്നത് സംബന്ധിച്ച് ചില സംശയിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം അന്ന് ഈ വീട്ടിൽ ജോലിയില്ലാത്ത ദിവസമായിരുന്നു 14-ാം തീയതി. 14-ാം തീയതി രാവിലെ തന്നെ ഇങ്ങോട്ട് ഭാര്യയുമായി എത്തിച്ചതിലടക്കം ആസൂത്രണമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രതിയെ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ആസൂത്രിതമാണ് ഈ കൊലപാതകം എന്നുള്ള സംശയം പറഞ്ഞിരുന്നുവല്ലോ മിഥുൻ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ള ഒരു സൂചനയെങ്കിലും ഉണ്ടോ? ഇവരുടെ പരിസരവാസികൾ, അയൽക്കാരുമായിട്ടുള്ള ബന്ധം എപ്രകാരമായിരുന്നു ഈ ദമ്പതികളുടെ? ഇപ്പോൾ ഈ എന്തിനാണ് കൊലപാതകം എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പ്രതി നൽകിയിരിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. പോലീസിന് നൽകിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ അൽപ്പാനയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നതും അതിനെ തുടർന്ന് പലപ്പോഴായി വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അതാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം ഇക്കാര്യത്തിൽ കൊലപാതക കാരണം
എന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്, ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തിയതിനു ശേഷം മാത്രമേ യഥാർത്ഥ കാരണം എന്താണ് എന്ന് വിവരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ പോലീസും പ്രാഥമികമായി പറയുന്നതും ഇക്കാരണം തന്നെയാണ്. അതായത് പ്രതി പറഞ്ഞിരിക്കുന്ന പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. മറ്റൊരു ബന്ധത്തെ സംശയിച്ച് തുടർന്നുണ്ടായ സംശയവും തുടർന്നുണ്ടായ നിരന്തരമായിട്ടുള്ള വഴക്കുകൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് പ്രതി സോണി തന്നെയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് മിഥുൻ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ഇവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അവരിപ്പോൾ എവിടെയാണ് എന്ന്? കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതായാണല്ലോ പ്രാഥമിക വിവരം. ഇത് സംബന്ധിച്ച് കൊലപാതകം നടത്തിയത് 14-ാം തീയതി രാവിലെ 7:10-നും 7:45-നും ഇടയ്ക്കുള്ള സമയത്താണ് കൊലപാതകം നടത്തിയത്. കാരണം അതിന് സാധൂകരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങളാണ്. ഈ CCTV ദൃശ്യങ്ങളിൽ ഏതാണ്ട് 7:10-ന് ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഭാര്യയും ഇയാളും നടന്നു പോകുന്ന വിവരം ലഭ്യമായിരുന്നു. പിന്നീട് 7:45-ന് തിരിച്ച് പോകുമ്പോൾ ഇയാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞതിന് ശേഷം കാണാനില്ലെന്ന് പറഞ്ഞ് അയർക്കുന്ന പോലീസിൽ പരാതി നൽകുകയും പിന്നീട് പരാതി നൽകിയതിന് ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ ഇയാൾ മുങ്ങിക്കളിക്കുകയായിരുന്നു. ഒപ്പം തന്നെ മൊഴിയെടുക്കുന്നതിനോ മറ്റന്വേഷണത്തിനോ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല. പരാതി ഏതെങ്കിലും തരത്തിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി നൽകിയതിനു ശേഷം കടന്നു കളയുക എന്നുള്ളൊരു മിസ്സിംഗ് കേസിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരിച്ച് നാട്ടിലേക്ക് പോയി രക്ഷപ്പെടാനായിരുന്നു പ്രതിയുടെ ശ്രമം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായ പ്രതിയുടെ പെരുമാറ്റവും അന്വേഷണത്തോടുള്ള നിസ്സഹകരണവും എല്ലാം തന്നെ പോലീസിലെ സംശയത്തിന്റെ നിലയിലേക്ക് എത്തിച്ചിരുന്നു. അതിന്റെ പിന്നാലെ ഇയാളെ നിരന്തരം നിരീക്ഷണത്തിൽ വെച്ചിരുന്നു. പിന്നീടാണ് ഇയാൾ രക്ഷപ്പെടാൻ പോകുന്നു, നാട്ടിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നുള്ള വിവരം ലഭിക്കുകയും ഉടനെ തന്നെ പിടികൂടുകയും ചെയ്ത് പിന്നീട് നടത്തിയ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റസമ്മതം നടത്തുകയാണ് ചെയ്തത്. ഈ സോണിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നു എന്നുള്ള മട്ടിൽ സംശയമുണ്ടോ പോലീസിന്? ഇത് നിർമ്മാണത്തിലിരുന്ന വീടാണ്, ഇയാൾ നിർമ്മാണ തൊഴിലാളിയാണ്. സ്വാഭാവികമായും ആ പരിസരങ്ങളിൽ ഇത്തരം വീടുകൾ എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് പ്രതിക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണം. ഈ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ത്? മറ്റ് സഹായം ലഭിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ച വല്ല വിവരവും ഈ പ്രതിയുമായി തെളിവെടുപ്പ് എത്തിക്കുന്നതിന് മുൻപ് പോലീസിന് ലഭ്യമായിരുന്നു? അങ്ങനെ വല്ലതും അറിയാൻ കഴിയുന്നുണ്ടോ നമുക്ക്? നിലവിൽ ഇപ്പോൾ പ്രതി ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായതിൽ നിന്ന് മറ്റാർക്കെങ്കിലും ഇക്കാര്യത്തിൽ ബന്ധമുണ്ടോ എന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. പ്രതി അടക്കം പറഞ്ഞിരിക്കുന്നത് ഒറ്റയ്ക്കാണ് ചെയ്തത് എന്നാണ്. CCTV ദൃശ്യങ്ങളിലും ഈ മരിച്ച ആൽപ്പനയും അതുപോലെ തന്നെ ഈ സോണിയും മാത്രം നടന്നു പോകുന്ന ദൃശ്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മറ്റാർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രാഥമിക സൂചനകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. മൊഴികളും ആ തരത്തിൽ തന്നെയാണ്, താൻ ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തത് എന്നുള്ള നിലയിലാണ് മൊഴികളും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മറ്റുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. ഇനി വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടത് മരിച്ച അൽപ്പനയ്ക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ്. അത് ആരുമായിട്ടുള്ള ഒരു ബന്ധമാണ്, അത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ദുരൂഹതകൾ അക്കാര്യത്തിലുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി പരിശോധന നീങ്ങേണ്ടത്. ആ ഘട്ടത്തിലേക്ക് കൂടി പോലീസ് അന്വേഷണം ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ദുരൂഹത കാര്യത്തിലുണ്ടോ എന്നതാണ് ഇപ്പോൾ പ്രതി നൽകിയിരുന്ന മൊഴികൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ കൂടി കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്.
മിഥുൻ തുടരുക. സംഭവിച്ചത് വൈകി വന്ന പ്രേക്ഷകരോടാണ്. സംഭവിച്ചത് ഇപ്രകാരമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് സോണിയും സോണിയുടെ ഭാര്യ അൽപ്പാനിയും. അൽപ്പാനിയെ കൊന്ന് കുഴിച്ചു മൂടിയ കേസിലാണ് സോണി പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നത്. ഒടുവിൽ ഭാര്യയെ കൊന്ന് കുഴിച്ചു മൂടിയ സ്ഥലം അയാൾ തന്നെ പോലീസിന് കാണിച്ചു കൊടുക്കുന്നു. ആ തെളിവെടുപ്പ് പുരോഗമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളാണ് ഇരുവരും. കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഈ സോണി. പ്രതിയായ സോണി ഭാര്യയെ സംശയമുണ്ടായിരുന്നു ഇയാൾക്ക്. അതിനെ തുടർന്നുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെ കൊലപാതകം ഉണ്ടായത് എന്ന് സോണിയുടെ ഭാഷ്യം. പ്രാഥമിക വിവരം അപ്രകാരമാണ്. ഇനി കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ പോലീസിന് മറ്റ് നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. മാധ്യമങ്ങളോട് ഇത് പറയുകയുമുള്ളൂ. ഇതുവരെ അറിയുന്ന വിവരപ്രകാരം ഇളപ്പാനി ജംഗ്ഷന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിന് ചേർന്ന് കുഴിയെടുത്ത്, അതും ആഴത്തിൽ കുഴിയെടുക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല. കുഴിയെടുത്തതിന് ശേഷം അവിടെ ഭാര്യയുടെ, അതായത് അൽപ്പാനിയുടെ മൃതദേഹം ഇടുകയായിരുന്നു. ഇവർ ഇവിടേക്ക് നടന്നു പോകുന്ന ദൃശ്യം ഒരു CCTVയിൽ തെളിയുകയും ഈ ഭാര്യയെ കാണാനില്ല എന്ന സോണിയുടെ പരാതിയിന്മേൽ അന്വേഷണം ആരംഭിക്കുന്ന പോലീസ് തെളിവായി ഈ ദൃശ്യം എടുക്കുകയും തിരികെ സോണി മാത്രം നടന്നു പോകുന്നതും ഇതേ CCTVയിൽ തന്നെ തെളിയുകയും ചെയ്തതോടുകൂടിയാണ് സോണി ആയിരിക്കാം പ്രതി എന്ന സംശയത്തിലേക്ക് പോലീസ് വരുന്നതും ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതും. അതിനുശേഷം ആദ്യം ചോദ്യം ചെയ്യലിന് ഇയാൾ സഹകരിച്ചിരുന്നില്ല. ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്നില്ല. പിന്നീട് പോലീസ് നിർബന്ധിച്ച് ആവർത്തിച്ച് ചോദിച്ചതിന് ശേഷമാണ് മറ്റ് പോംവഴികളില്ലാതെ ഇയാൾക്ക് കീഴടങ്ങേണ്ടി വന്നത്. ഒടുവിൽ കൊലപാതകം താനാണ് നടത്തി എന്ന് സോണി സമ്മതിക്കുകയായിരുന്നു പോലീസിനോട്. അതേ തുടർന്നാണ് ഇപ്രകാരം തെളിവെടുപ്പിനായി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. കോട്ടയം ഇളപ്പാനിയിലാണ് ഈ സംഭവം. സ്വന്തം ഭാര്യയെ കൊന്ന് കുഴിച്ചുമൂടിയ ഇതര സംസ്ഥാന തൊഴിലാളിയായ സോണിയാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. എങ്ങനെയാണ് ഭാര്യയെ കൊന്നതെന്നും കുഴിച്ചുമൂടിയത് എന്നുമാണ് ഇയാളിപ്പോൾ പോലീസിനോട് വിവരിച്ചിരുന്നത്. മിഥുൻ, കൂടുതൽ മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ? ഇയാൾ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണല്ലോ, അപ്പോൾ ഇയാൾ കൂടെ പോയിരുന്ന മറ്റുള്ളവർ അവർ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവിടെ ഉണ്ടോ അവരിൽ ആരെങ്കിലും? അവരുടെ അടക്കമുള്ള മൊഴികൾ രേഖപ്പെടുത്താനിരിക്കുകയാണ് പോലീസ് ഉള്ളത്. പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ ലഭ്യമായ ആദ്യ സൂചനകളുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം കണ്ടെത്തി തന്നെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് നടത്തുക എന്നുള്ളതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. കാരണം 14-ാം തീയതിയാണ് കൊലപാതകം നടത്തിയത്. അപ്പോൾ ഇതോടകം തന്നെ ഏതാണ്ട് 5 ദിവസത്തോട് അടുക്കുകയാണ്. അപ്പോൾ മൃതദേഹത്തിന് പഴക്കം വന്നിരിക്കാനുള്ള അതിനനുസൃതമായിട്ടുള്ള ഒരു പഴക്കത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് മൃതദേഹം കണ്ടെടുത്ത് എത്തിക്കുക, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുക എന്നതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ളവർ ഈ പ്രദേശത്തുള്ളവരുടെയും അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്നവരുടെ അടക്കം പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് മറ്റുള്ളതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടായതായിട്ടുള്ള കാര്യങ്ങൾ ചില ആളുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ പ്രതി കുറ്റം പൂർണ്ണമായും സമ്മതിച്ചു കഴിഞ്ഞു. ഇനി കണ്ടെത്തേണ്ടത് ഉള്ള വിവരം എന്ന് പറയുന്നത് ഈ പ്രതി പറയുന്നതിലെ ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. വിശദമായിട്ടുള്ള തെളിവെടുപ്പിലേക്ക് കടക്കുകയാണ്. മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് ചെയ്തിരിക്കുന്നത്. അത് മൃതദേഹം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഇവിടെ വന്ന് നോക്കിയിരുന്നു. ഈ കുറ്റസമ്മതം നടത്തിയ ഉടനെ തന്നെ പോലീസ് പ്രതിയുമായി ഇവിടെ എത്തി എവിടെയാണ് കുഴിച്ചിട്ടത് എന്നത് സംബന്ധിച്ച് വിവരം നൽകിയിരുന്നു. പോലീസും ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി. കാരണം അധികം അല്ലാത്തതിൽ തന്നെ ആദ്യമേ തന്നെ മണം പുറത്തേക്ക് വന്നിരുന്നു. ചീഞ്ഞതിൻ്റെ മണം പുറത്തേക്ക്, മൃതദേഹം അഴുകിയതിൻ്റെ മണം പുറത്തേക്ക് വന്നിരുന്നു. പിന്നീട് മുകൾ മണ്ണ് വിണ്ട നിലയിലായിരുന്നു. മൃതദേഹം കൂടുതൽ വീർത്തതിൻ്റെയും അല്ലെങ്കിൽ ജീർണിച്ചതിൻ്റെയും ഭാഗമായി മുകൾ മണ്ണ് പുറത്തേക്ക് വന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹം ഇവിടെ ഉണ്ടാകാമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. പ്രതിയുടെ കുറ്റസമ്മതവും ഉണ്ടായിരുന്നു. പിന്നീട് കൂടുതൽ സാധ്യത ഇതിലേക്ക് എത്തിയത് 14-ാം തീയതി കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ആ ദിവസത്തെ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ആ CCTV ദൃശ്യങ്ങളിൽ 7:10 ഈ സോണിയും അതുപോലെ അൽപ്പനയും ഈ കൊലപാതകം നടന്ന ഈ വീട്ടിലേക്ക്
നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് 7:45 കൂടി തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളിൽ ഇയാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, അൽപ്പന ഉണ്ടായിരുന്നില്ല, സോണി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ മൊഴിയെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പിന്നീട് കുറ്റസമ്മതം നടത്തുകയും മരണത്തിലേക്ക് നയിച്ചത്, കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണെന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളും നൽകി. ആ വിശദാംശം എന്ന് പറയുന്നത് ഇതാണ്. അൽപ്പനയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു, അത് ചോദ്യം ചെയ്തിരുന്നു. പലപ്പോഴായി ഇത് സംബന്ധിച്ച് നിരന്തരം ഇത്തരത്തിലുള്ള വഴക്കും അതിനെ തുടർന്നുള്ള സംഘടനകളും ഇരുവരും തമ്മിലുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയുള്ള വഴക്ക് തന്നെയാണ് ഇപ്പോഴും ഈ കൊലപാതകത്തിലേക്കും എത്തിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഉടൻ തന്നെ എത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. തലയിടിപ്പിച്ചാണ് ഈ അൽപ്പാനയെ കൊന്നത് എന്ന് പ്രതി പറഞ്ഞതായുള്ള പ്രാഥമിക സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതിൽ വ്യക്തത ആവശ്യമാണ് മിഥുൻ. അതോടൊപ്പം തന്നെ ഈ ഇപ്രകാരമാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും കൺവിൻസ് ചെയ്ത് ഈ അൽപ്പാനയെ കൊണ്ടുവന്നതെന്നും കുഴിച്ചു മൂടിയത് എന്നുകൂടി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ആ ദൃശ്യങ്ങളിൽ അത് കാണാമായിരുന്നു. ഇനി അതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അവിടെ തീർച്ചയായും ആ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുന്നു. കാരണം ആ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പറയാറായിട്ടും ഉണ്ടാവില്ല. സ്വാഭാവികമായും മൃതദേഹം എടുത്തു കഴിഞ്ഞു പൂർണ്ണമായും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ മിഥുൻ? തീർച്ചയായും മൃതദേഹം പൂർണ്ണമായും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രതി ഇപ്പോൾ കൊലപാതകം നടത്തിയത് എങ്ങനെയെന്ന് പോലീസിന് സംഭവസ്ഥലത്തെത്തിച്ച് തന്നെ വിശദമാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ എത്തി ഈ മൃതദേഹം കുഴിച്ചിട്ട ഈ വീടിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഉയർന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആ ഭിത്തിയിൽ തല ഇടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് തന്നെ പക്ഷേ അവിടെ ഇപ്പോൾ രക്തപ്പാടുകളൊന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല. ഒരുപക്ഷെ അത് മായ്ക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ ഫോറൻസിക് അധികൃതരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഭിത്തിയിൽ തലയിടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത പോസ്റ്റ്മോർട്ടത്തിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തത വരും. ഇപ്പോൾ അങ്ങനെ ഭിത്തിയിൽ തലയിടിപ്പിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം തൊട്ടടുത്തുള്ള ഈ വീടിന് തൊട്ടു പുറകിലുള്ള മണ്ണെടുക്കുന്ന ഭാഗമാണ്. വീടിന് തൊട്ട് സമീപം എന്ന് പറയുന്നത് ഈ ചെറിയ കരിങ്കൽ ചീളുകൾ വെച്ച് പാകിയിരിക്കുന്ന സ്ഥലമാണ്. അതിന് തൊട്ടു പുറകിൽ എന്ന് പറയുന്നത് സാധാരണ മണലാണ്. മണ്ണിട്ട് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഇടമാണ്. അവിടെയാണ് ഇപ്പോൾ പ്രതി ഈ മൃതദേഹം കുഴിച്ചിട്ടത്. ആ കുഴിച്ചിട്ടതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക അടക്കം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വിശദമായിട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഫോറൻസിക് കൂടി ഈ പറഞ്ഞ ഇടങ്ങളിലടക്കം കരിങ്കൽ ഭിത്തിയിലടക്കം പരിശോധന നടത്തേണ്ടതുണ്ട്. അങ്ങനെ കൂടുതൽ വ്യക്തതയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പ്രതിയെ ഇനി തിരികെ കൊണ്ടുപോകാനായിരിക്കും സാധ്യത. കൂടുതൽ വിശദമായ രീതിയിലേക്ക് പോകേണ്ടതുണ്ട്, വിശദമായ തെളിവെടുപ്പിലേക്ക് പോകേണ്ടതുണ്ട്.